അപ്പോൾ ഇന്ന് ഗോൾ റേറ്റ് പറയാം. അതുപോലെ തന്നെ ഇന്നൊരു യാത്രയാണ്, യുഎയിലേക്ക് പോവുകയാണ്. എൻ്റെ പെട്ടി ആ മിനി കൂപ്പറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ബൈക്കിനാണ് പോണത്, അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നേരെ പോകുന്ന അറ്റ്ലസിലേക്കാണ്. അവിടെ എത്തിയിരിക്കുക. ഞാൻ ആദ്യം തന്നെ എത്തിയായിരുന്നു. ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ നമ്മുടെ കൊച്ചാപ്പാടം മോളുടെ വെഡ്ഡിങ്ങാണ്, മോളുടെ വെഡ്ഡിങ്ങാണ്. ചെന്ന വഴി ചായ എണ്ണെടുത്തരി, ചായയും സ്നാക്സൊക്കെ കഴിച്ചു. ചായ കണ്ടാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ്. അത് യുഎയിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്, കുറേ നാൾ നിർത്തിയതാണ്. ഇതേ ജ്വല്ലറിക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, ബന്ധുക്കാരായിട്ടുള്ള ഒരുപാട് പേരെ കണ്ടായിരുന്നു. അതിനുശേഷം ദേ കുത്തുബ ആരംഭിച്ചു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നല്ല വീട്, നല്ല കുടുംബം, നല്ല മക്കൾ, നല്ല വാപ്പ, നല്ല ഉമ്മ, നിങ്ങൾക്ക് മക്കൾ, സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഇങ്ങനെ കല്യാണമൊക്കെ എല്ലാവരും നല്ല രീതിയിൽ വളർത്തി കല്യാണം കഴിക്കുമ്പോഴാണ് ആ വാപ്പാടെ ഒരു സംതൃപ്തി, എന്താണ് ആ വാപ്പാടെ സന്തോഷം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടായിരുന്നു. ഉസ്മാൻ അലി എൻ്റെ മുഖത്ത് കണ്ടായിരുന്നു. ഇങ്ങനെ നല്ലൊരു ചടങ്ങ് തന്നെയായിട്ട് പോവുകയാണ്. ഞാൻ ചില വെഡ്ഡിങ്ങുകളൊക്കെ കാണാറുണ്ട് വടക്കുന്നുള്ള കുറേ കുറേ കോമഡിയന്മാരെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഒരു തവള ചാട്ടം, കുറേ ഡാൻസ്, അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മളിവിടെ ഇല്ലായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം ഒരു കല്യാണം എന്ന് പറയുന്നത് എങ്ങനെ അതിൻ്റെ ഒരു പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നത്. ഇദ്ദേഹമാണ് എൻ്റെ കൊച്ചാപ്പയാണ്, എൻ്റെ വാപ്പാടെ അനിയനാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കുടുംബത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്തൊരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും നല്ല സഹായങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് പരീക്ഷണങ്ങൾ റബ്ബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല മനസ്സാണ്, എല്ലാം പരീക്ഷണങ്ങൾ വിജയിച്ച് വരികയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മോളുടെ വെഡ്ഡിങ്ങാണ്, അദ്ദേഹത്തിൻ്റെ മോളുടെ വെഡ്ഡിങ്ങാണ്. എന്തായാലും ഒത്തിരി ആൾക്കാർ ഇവിടെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. തസ്നീം എത്തിയിട്ടുണ്ട്, കുഞ്ഞും എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ ബൈക്കിനായതുകൊണ്ട്. അടുത്ത 3ാമത്തെ ആള് ഡിസംബർ 20-ാം തീയതി ഇദ്ദേഹമാണ് കല്യാണം കഴിക്കുന്നത്. 3 പെൺകുട്ടികളാണ്. അപ്പോൾ ലാസ്റ്റത്തെ ആളുടെ കല്യാണം അതാണ് 20-ാം തീയതിയാണ്, ഡിസംബർ 20 അപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കൊച്ചാപ്പാടെ മക്കളൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. ഫുഡൊക്കെ കഴിഞ്ഞു. കുനാഫയാണ്, നല്ല ഇതാണ്, നല്ല രസമുള്ളതായിരുന്നു കുനാഫ. അപ്പോൾ അതൊക്കെ കഴിച്ച് തസ്നിക്കും ഇഷ്ടപ്പെട്ടു. ഇത് റഹ്മാനിയ കാറ്ററിംഗ് ആണെന്ന് തോന്നുന്നു, അവരാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഈ അവസരത്തിലൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് ഞാൻ യാത്രയിലായതുകൊണ്ടിട്ടോ എല്ലാവരുമായിട്ട് വിശേഷം പറഞ്ഞു. ഈ കൊച്ചാപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവനാണ് കേട്ടോ. ഞാനൊരു ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു എൻ്റെ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് തന്നെയുള്ള, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, എൻ്റെ ഒരു വാപ്പാടെ സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി പേരൊക്കെ ആയിട്ട് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അതിനുശേഷം നേരെ ഞാൻ പോവുകയാണ്. പെട്രോൾ അടിച്ച് കളമശ്ശേരി BMW ഷോറൂമിൽ കൊണ്ടുവന്നു. ഇന്ന് സൺഡേ ആണ്. ഷോറൂമിൽ കൊണ്ടുവന്നിട്ട് ബൈക്ക് വെച്ചതിന് ശേഷം ഞാൻ നേരെ യുഎയിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ എടപ്പള്ളിയിൽ എൻ്റെ പെട്ടി ഇരിപ്പുണ്ട് ഓഫീസിൽ. അപ്പോൾ ഇവിടെ ഒത്തിരി ബൈക്കുകളുണ്ട് കേട്ടോ. ഹാർലി ഡേവിഡ്സനൊക്കെ എല്ലാവരും വിറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. BMW എല്ലാവരും വന്നിരിക്കുന്നത്. നേരെ ഓട്ടോയിൽ കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ യുഎയിലേക്ക് പോകണം. മറ്റൊരു വിശേഷവുമായിട്ട് വരാം. ഓക്കെ, ബൈ.